ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? യേശുവോടൊപ്പം ഇത്തിരി നേരം. ഇന്നത്തെ വചനം യെശയ്യാവിൻ്റെ പുസ്തകം 54-ാം അധ്യായം 17-ാം വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 22-ാം വാക്യം. ഞാൻ ഇനി നിങ്ങളുടെ ശത്രുക്കൾക്ക് ശത്രുവായിരിക്കും, നിങ്ങളെ എതിർക്കുന്നവരെ ഞാൻ എതിർക്കും. ഇത് നമ്മുടെ നിത്യജീവിതത്തിലെ പോരാട്ടങ്ങളിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു കവചമായി ഈ വചനത്തെ ഉപയോഗിക്കാം. ചുരുക്കം പറഞ്ഞാൽ, ഒരു ദൈവ പൈതലിനെതിരെ കൂട്ടം കൂടി തിന്മ ചെയ്യാൻ ശ്രമിച്ചാലും അത് പരാജയപ്പെടും. യെശയ്യാവിൻ്റെ പുസ്തകം 41-ാം അധ്യായം 11-ാം വാക്യം. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. ഒരു ദൈവ പൈതലിനെതിരെയുള്ള യുദ്ധം ദൃശ്യമോ അദൃശ്യമോ ആയിക്കൊള്ളട്ടെ, കർത്താവ് നിയന്ത്രിക്കുന്ന വാഹനമാണ് നാം. അതിൻ്റെ ഗിയറിനെ പിടിക്കാനും പൊക്കാനും താക്കാനും നാം നോക്കാതിരുന്നാൽ മതി. നാം ശ്രമിച്ചാൽ ശത്രുവിനെ പേടിച്ച് ടെൻഷൻ അടിച്ച് സീറ്റിൽ ചാരിയിരിക്കാൻ മേലാതാകും. എന്നാൽ പിടുത്തമൊക്കെ വിട്ട് ഫ്രീയായി ദൈവത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുത്താൽ കർത്താവിനറിയാം നമ്മുടെ വണ്ടി നന്നായി ഓടിക്കാൻ. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 28-ാം അധ്യായം 7-ാം വാക്യം. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും എന്നു പറഞ്ഞാൽ ഒന്നായി വരുന്നതിനെ 7ആയി മടക്കി അയക്കുമെന്ന്. കാരണം യേശുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലാണ് നാം. അതുകൊണ്ട് വിശ്വാസത്തോടെ വിളിച്ചു പറയുക, യേശു എൻ്റെ കർത്താവാകയാൽ എനിക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.